എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു ബ്രെഡ് മസാല ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡെല്ലാം ബാക്കിയാവുമ്പോൾ വൈകുന്നേരത്തെ ഒരു സ്നാക്കിനെല്ലാം പറ്റിയ ഒരു റെസിപ്പിയായത്. അപ്പം അതിനായിട്ട് ഒരു 7 പീസ് ബ്രെഡ് ഞാൻ മുറിച്ചിട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ വലിയുള്ളിയാണ്, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില വേണം. ഇതിവിടെ ഉണങ്ങിയ കറിവേപ്പില കിട്ടും, അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. പിന്നെ രണ്ട് തക്കാളി എടുത്തോളി. എല്ലാം കൂടി മുറിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം, വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്കിതിലങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇത് അധികം നേരം വഴറ്റി ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട കേട്ടോ ഉള്ളി, കാരണം നമ്മൾ ഉണ്ടാക്കി അന്നേരം തന്നെ കഴിക്കുന്നതാ. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു ഗ്ലാസ് പരുവാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്നൊരു ഈവനിങ് സ്നാക്കെല്ലാം ഉണ്ടാക്കേണ്ട സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഉള്ളി ഒന്ന് റെഡിയായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി അതിൻ്റെ പച്ചമണം ഒന്ന് പോയി വരുമ്പോൾ നമ്മൾ മുറിച്ചിട്ട തക്കാളി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കാം. കാരണം ഉള്ളിയിൽ ഉപ്പിട്ടത് കൊണ്ട് തന്നെ ആ ഉപ്പ് ഇതിലും കൂടി അങ്ങ് പിടിക്കുമല്ലോ. അപ്പം നല്ലോണം ഒന്ന് ഇളക്കി അങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഒരു 1-1.5 മിനിറ്റ്, അതിലപ്പുറം വേണ്ട. ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കണേ, ലോ ഫ്ലെയിമിലേ ഇടാവും. കണ്ടോ, തക്കാളി എന്നുള്ള വെള്ളയെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. തക്കാളി എത്ര വേഗം വെന്ത് നല്ല മാഷായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേണമെങ്കിൽ കുത്തിക്കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കൂടെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, അതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ലോണം അതിനൊരു തിള വരട്ടെ. തിള വന്ന് നല്ല അതിൻ്റെ ഒരു പച്ചമണം എല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബ്രെഡ് അങ്ങ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് ഇഡ്ഡലിയും ചെയ്യാം കേട്ടോ. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ മസാല ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കറിവേപ്പില ആദ്യം തന്നെ ഇട്ടുകൊണ്ട് പിന്നെ ഇട്ടേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് മല്ലിയില പൊടിയായിട്ട് കൊത്തിയരിഞ്ഞ് അതും കഴിക്കും. നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റിയാൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളിയും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലെമണോ ഒന്ന് പിഴിഞ്ഞു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്തായാലും ഇത് മക്കൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. എരിവ് കുറച്ചുകൂടിയും കുറച്ചോളി. അപ്പം എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.